സർ, കാസർഗോഡ് ഒരു സ്കൂളിൽ പാദസേവ നടത്തി അധ്യാപകരുടെ പാദങ്ങൾ വിദ്യാർത്ഥികൾ പൂജിച്ചു എന്ന് പറഞ്ഞു തുടങ്ങിയ ഒരു വാർത്തയായിരുന്നു. ആ വാർത്ത ഇപ്പോൾ വലിയ വിവാദങ്ങളിലേക്ക് ചെന്നെത്തി നിൽക്കുന്ന സാഹചര്യമാണുള്ളത്. പല രീതിയിലും പല പ്രമുഖരും അതിൽ അഭിപ്രായം പറയുന്നു. ഏറ്റവും ഒടുവിൽ നമ്മുടെ ഗവർണർ രാജേന്ദ്ര ആർലേക്കർ പറയുകയാണ്, ഗുരുപൂജ അല്ലെങ്കിൽ പാദപൂജ എന്ന് പറയുന്നത് ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അത് വിദ്യാർത്ഥികൾ ചെയ്യുന്നത് ഗുരുവിനെ പൂജിക്കുന്നതിന് തുല്യമാണെന്ന്. ഭാരതാംബയ്ക്ക് ശേഷം കേരളത്തിൽ ഗവർണറുടെ ഈ പ്രസ്താവന വലിയ വിവാദങ്ങളിലേക്ക് ചെന്നെത്തിക്കും എന്ന് വേണ്ടേ കരുതാൻ? തീർച്ചയായിട്ടും അതിനകത്ത് പ്രധാനപ്പെട്ട ഒരു പ്രശ്നം എന്ന് പറഞ്ഞാൽ നമുക്ക് ഓരോ സംസ്കാരമുണ്ട്. സംസ്കാരത്തിനകത്ത് ജാതിയില്ല. അതിന് ഉദാഹരണമായിട്ട് ഞാൻ പറയാം. ഇപ്പം നമ്മുടെ ഈ വിദ്യാഭ്യാസ സംസ്കാരവും അല്ലെങ്കിൽ നമ്മുടെ പല ആചാരങ്ങളും ഇവരാരും ഉരുത്തിരിച്ചിരിക്കുന്നത് പോലെയല്ല സാധാരണ ജനങ്ങളുടെ ഇടയിലുള്ളത്. ഹിന്ദു, മുസ്ലിം, ക്രിസ്ത്യാനി എന്നൊന്നുമില്ല. അപ്പൊ പ്രധാനപ്പെട്ടതായിട്ട് ഈ വിദ്യാഭ്യാസവുമായിട്ട് ബന്ധപ്പെട്ട് നമുക്കറിയാമല്ലോ, അക്ഷരത്തിനിരുത്തുക, എഴുത്തിനിരുത്തുക, മറ്റു ചില കാര്യങ്ങളും ഒക്കെ ഉണ്ടല്ലോ. അപ്പൊ എനിക്കൊരു ഉദാഹരണം പറഞ്ഞാൽ, നേരത്തെ ഇതുപോലെ ഒരു മുസ്ലിം ആരെങ്കിലും മുസ്ലിം കുടുംബം, അതിനകത്തൊരു അവർക്കൊരു കുട്ടിയുണ്ട്. അവര് വളരെ കാലം കൊണ്ട് കുട്ടി ഉണ്ടാവാതെ ഉണ്ടായതാണ്. അപ്പൊ അതിനെ എഴുത്തിനിരുത്തണം. അപ്പൊ അവർക്ക് പ്രഗത്ഭരായിട്ടുള്ള ഒരാൾ വേണം. ഞാൻ പലരുടെയും പേര് പറഞ്ഞു. അപ്പൊ നമുക്ക് പരിചയത്തിൽ അവസാനം ഞാൻ പറഞ്ഞു, സുഗതകുമാരി ആയാലും എന്താണ് ഈ വലിയ കാര്യം. സുഗതകുമാരിയുടെ അടുത്ത് പോയി ഇവർക്ക് അതിന് സൗകര്യം ഉണ്ടാക്കി കൊടുത്തപ്പോൾ അവരുടെ സൗകര്യത്തിന് എഴുത്തിന് എപ്പോ വേണേലും ഇരുത്താമല്ലോ. നമ്മൾ ഈ എഴുത്തിന് ഒരു സമയം ഉണ്ട്. അതുകൂടാതെ നമുക്ക് കൃത്യത. അപ്പം അവരവിടുത്ത് പോയി ഈ സുഗതകുമാരിയുടെ അടുത്ത് ചെന്നിട്ട് ഈ കുഞ്ഞിനെ എഴുത്തിനിരുത്തി. സുഗതകുമാരിയുടെ അടുത്ത് ചെല്ലുമ്പോൾ എഴുത്തിനിരുത്തുന്ന ഏതാ? അപ്പം സാധാരണ രീതിയിൽ ഈ പറയുന്ന പോലെ നമ്മുടെ ഹിന്ദു സംസ്കാരം അനുസരിച്ചുള്ള രീതിയിലാണല്ലോ എഴുത്തിനിരുത്തുന്നത്. അങ്ങനെ പറയുകയാണെങ്കിൽ ഈ അരിക്കകത്ത് എഴുതുകയും അല്ലെങ്കിൽ നാക്കിൽ എഴുതുകയും അത്തരത്തിൽ ആ എഴുത്തിലിരുത്തി അവർ എന്നിട്ട് ഈ സുഗതമായ ഒരു ട്രസ്റ്റ് ഒക്കെ നടത്തുന്നുണ്ട്. അതിനകത്ത് ഈ പാവം പിടിച്ച കുട്ടികളെ പഠിപ്പിക്കുന്ന. അപ്പൊ അതിന് കുറച്ച് സംഭാവനയൊക്കെ നിങ്ങൾ കഴിയുമെങ്കിൽ കൊടുക്കാൻ പറഞ്ഞ് അവരതൊക്കെ കൊടുത്തു. കാരണം അതിനു വേണ്ടി മേടിച്ചതാണെന്നല്ല ഞാൻ പറഞ്ഞത്. അപ്പൊ ഞാനീ പറഞ്ഞത് ഇത്തരത്തിലുള്ള സംസ്കാരത്തെ ഉയർത്തിപ്പിടിക്കുന്ന ആളുകളാണ്. അതായത് മതേതര ജനാധിപത്യ സംസ്കാരം. ഇതിനകത്ത് ഹിന്ദുവിന്റെ, ക്രിസ്ത്യാനിയുടെ, മുസ്ലിമിന്റെ ഒന്നുമില്ല. അവർക്ക് അവരുടെ കുഞ്ഞുങ്ങളുടെ കാര്യം വരുമ്പോൾ അത് വലിയ അർത്ഥത്തിൽ നടത്തിക്കൊണ്ട് പോകുന്നതിനും അല്ലെങ്കിൽ ഏത് സംസ്കാരം ഉൾക്കൊള്ളുന്നതിനും തയ്യാറായി നിൽക്കുന്നത്. അപ്പോഴാണ് ഈ ഒരു വിവാദം എന്ന് പറയുന്നത് അനാവശ്യമായിട്ടുള്ള വിവാദമാണ്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ അധ്യാപകരുടെ കാലെ തൊട്ട് തൊഴുന്നതിനകത്ത് എന്താണ് കുഴപ്പം? അതാണ് ശരിയെന്നുള്ള സംസ്കാരത്തിൽ ഇപ്പോഴും പണ്ടും എന്നും ജീവിച്ചിരിക്കുന്നതും അത് നമ്മളെ ബോധ്യപ്പെടുത്തിയിട്ടുള്ളതുമായ ഒരു ഇന്ത്യ, ഒരു കേരളമൊക്കെയാണ് നമുക്കുള്ളത്. മനസ്സിലാവുന്നുണ്ടോ? അധ്യാപകരെ നമ്മൾ മാതാ, പിതാ, ഗുരു, ദൈവം മൂന്നാം സ്ഥാനത്താണ്. അമ്മ, അച്ഛൻ, അല്ലെങ്കിൽ അതിനുശേഷം മൂന്നാം സ്ഥാനത്താണ് ഗുരുവിന്റെ സ്ഥാനം. ആ സ്ഥാനത്ത് നിൽക്കുന്ന ആളിന്റെ പാദം കഴുകിയത് കൊണ്ടോ അവരൊരു കുട്ടിയെ ഒന്ന് ന്യായമായ രീതിയിൽ മർദ്ദിച്ചത് കൊണ്ടോ, ഒരു അച്ഛനും അമ്മയും മർദ്ദിക്കുന്ന രീതിയിൽ മർദ്ദിച്ചത് കൊണ്ടോ, അല്ലെങ്കിൽ അവര് പറയുന്നത് അനുസരിച്ചത് കൊണ്ടോ ഒന്നും കുഴപ്പമില്ല. അങ്ങനെ ആവണം എന്നുള്ള സംസ്കാരം ഇപ്പോഴും വളരെ കൂടുതൽ ആൾക്കാരുടെ ഇടയിലുള്ളതും അല്ലെങ്കിൽ ഒരു 100% പോലും അത്തരത്തിൽ ആൾക്കാരാണെന്ന് ഉള്ള ചിന്തയിൽ നമുക്ക് വിചാരിക്കാവുന്നതുള്ള കേരളമാണ്. ഈ കേരളത്തിലാണ് കഴിഞ്ഞ ദിവസം AHF അവനെ പറയുന്നു, പറ്റത്തില്ല, കാലെ തൊട്ട് തൊഴാൻ പറ്റത്തില്ല, അത് വേറെ ഏതാണ്ട് സംസ്കാരമാണെങ്കിൽ അവന് ഈ പറയുന്ന പോലെ ഈ AHF വേറെ ഏതാണ്ട് സംസ്കാരത്തിൽ നിന്നും വേറെ ഏതാണ്ട് മണത്തിൽ നിന്നും ഇവിടെ വന്ന ഇവൻ ഇവിടെ ഇന്ത്യക്കകത്ത് പറയുന്നതും ഇന്ത്യയുടെ സംസ്കാരം അറിയുന്നവനുമാണെങ്കിൽ അത് പറയത്തില്ല. ഇന്നലെ KHU ജോഷി അലോഷ്യസ്, പേര് എനിക്കറിയത്തില്ല, സംസ്ഥാന പ്രസിഡന്റ് മുഖ്യമന്ത്രിക്ക് പരാതി കൊടുത്തിരിക്കുന്നു. ഇതുപോലെ ഇത് അനുവദിക്കാൻ പറ്റത്തില്ല. ഒരു വലിയ പ്രാകൃതമായിട്ടുള്ള ഒരു സംഭവം കേരളത്തിൽ നടക്കുന്നു. പല സ്കൂളുകളിലും ഞങ്ങൾ തിരക്കിയപ്പോൾ വിദ്യാർത്ഥികൾ അധ്യാപകരുടെ പാദം കഴിയുമെന്ന് പറഞ്ഞാൽ അവിടുന്ന് റിട്ടയർ ആയി പോയിട്ടുള്ള അധ്യാപകരുടെ കാല് കഴുകുകയോ അല്ലെങ്കിൽ അവരുടെ കാലെ തൊട്ട് തൊഴുകയോ ഒക്കെ ചെയ്താണ്. അവിടെ ഏതാണ്ട് വേല ചെയ്യിച്ചതാണ്. ഇത്തരത്തിൽ അവരെ ആദരിച്ചപ്പോൾ എന്റെ താല്പര്യമുള്ള കുട്ടികളായിരിക്കും ചെയ്തത്. അവര് വലിയ മനസ്സോടുകൂടിയായിരിക്കും ചെയ്തത്. അത് ചെയ്യുന്നതിന് അവരുടെ ഈ പറയുന്ന അവരുടെ വീട്ടുകാർ, ഒരുപക്ഷെ അച്ഛനും അമ്മയും ഒക്കെ കുഞ്ഞങ്ങനെ ചെയ്യണം, കുഞ്ഞിന് അതുകൊണ്ട് ഗുരുത്വം കിട്ടും, നാളെ കാലത്ത് വലിയ വലിപ്പത്തിൽ ആ കുഞ്ഞുണ്ടാകും, അതിനൊരു വലിയ ഭാവി ഉണ്ടാകും എന്ന് വിചാരിക്കുന്ന അച്ഛനും അമ്മയും ഉള്ളിടത്താ ഈ AHF പറയുന്നത് അവനേതാണ്ട് വായിച്ച പുസ്തകത്തിന്റെ അല്ലെങ്കിൽ അവന്റെ ഒരു രീതി വെച്ച് പറഞ്ഞാൽ ശരിയാവത്തില്ല. ഇവിടുത്തെ അതങ്ങനെ പറയാൻ പറ്റുന്ന KSUക്കാരൻ ഇന്നലെ പറഞ്ഞിരിക്കുന്ന കണ്ടെത്തൽ എന്താണെന്നറിയാമോ? സ്ലീപ്പർ സെല്ലുകൾ RSSന്റെ ചില സ്കൂളുകളിൽ പ്രവർത്തിക്കുന്നു. കൊരങ്ങ, ഈ സ്ലീപ്പർ സെൽ എന്താന്ന് ഇവൻ അറിയാവോ? നമ്മൾ പറയത്തില്ല ഈ ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെയൊക്കെ സ്ലീപ്പർ സെല്ലുകളുണ്ട്, അത് പ്രവർത്തിക്കുന്നു. അതിന് സമമായിട്ട് പുള്ളി പറഞ്ഞ സ്ലീപ്പർ സെല്ലുകൾ പ്രവർത്തിക്കുന്നു എന്ന് വെച്ച് കഴിഞ്ഞാൽ അവിടെ സ്കൂളുകളിൽ ഇങ്ങനെ RSS ഉണ്ട്, അധ്യാപകരുടെ ഇടയിൽ RSS ഉണ്ട്,
അല്ലെങ്കിൽ മറ്റ് ചില കാര്യങ്ങളുണ്ട്. എല്ലാം RSSന്റെ പുറത്താ വെച്ച് കിട്ടുന്നത്. മനസ്സിലായി? ഭാരത് മാതാവിന്റെ പടം വെച്ചതിന്റെ വിവാദത്തിന്റെ കൂടെ ഈ വിവാദം കൂടെ ഉയർത്തിപ്പിടിക്കുമ്പോൾ നേരത്തെ ഇതുപോലും പല വിവാദങ്ങൾക്കകത്തും പരാജയപ്പെട്ടതുപോലെ ഈ പറയുന്ന SFI ചെന്ന് പെട്ടിരിക്കുന്നതിനപ്പുറം ഈ പറയുന്നത് പോലെയുള്ള വിദ്യാർത്ഥി സംഘടനകൾ അല്ലെങ്കിൽ KSU, AISF, ഇതിനകത്ത് അഭിപ്രായം പറഞ്ഞത് ഒക്കെ പൊതുജനങ്ങൾക്കിടയിലും ഈ പറയുന്ന സാധാരണക്കാരുടെ ഇടയിലും അല്ലെങ്കിൽ ഈ കുട്ടികൾ, അതായത് എല്ലാ വീട്ടിലും കുട്ടികളും അതിന്റെ മാതാപിതാക്കളും ഒക്കെ ഇടയിൽ ഈ രാജ്യത്തെയും ലോകത്തെയും സംസ്കാരത്തെയും കുഞ്ഞുങ്ങളെയും നശിപ്പിക്കാൻ നിൽക്കുന്ന പ്രസ്ഥാനം എന്നുള്ള തലേക്കെട്ടിന് അതിദൂരമില്ല, അല്ലെങ്കിൽ അത്തരത്തിൽ സ്ഥാപിക്കുന്നതിന് വേണ്ടി സാധിക്കത്തേ ഉള്ളൂ ഈ മുദ്രാവാക്യം. ഇതുവരെ നമുക്ക് പല അഭിപ്രായം ഉണ്ടായിരുന്നു. കാരണം വിദ്യാർത്ഥി സമരം പഠിപ്പ് മുടക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്നു, അല്ലെങ്കിൽ ആൾക്കാരെ ബുദ്ധിമുട്ടിക്കുന്നതിന് വേണ്ടി ഉണ്ടാകുന്നു, സാധാരണ പഠനത്തിന് ഉതകുന്ന രീതിയിലല്ല. അപ്പൊ അതിനകത്തൊക്കെ നമുക്ക് അഭിപ്രായ വ്യത്യാസം ഉണ്ടായിരുന്നു. സംഘടനകൾ മാന്യമായ രീതിയിൽ കോളേജുകളിലും അല്ലെങ്കിൽ മറ്റിടത്തുമൊക്കെ ഉണ്ടാകണം എന്നുള്ള അഭിപ്രായം തന്നെയായിരുന്നു. കാരണം സമൂഹത്തിനകത്ത് അത്തരത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനത്തിൽ കൂടി വന്നവരാണ് നമ്മൾ പിന്നീട് കേരളത്തിൽ പല പാർട്ടിക്കകത്തു നിന്നും നമ്മുടെ രാഷ്ട്രീയക്കാരായിട്ടും MPമാരും MLAമാരായിട്ടും നല്ല ജനപ്രതിനിധികളായിട്ടും നല്ല ജനസേവകരായിട്ടും വന്നിട്ടുണ്ട്. ആ അർത്ഥത്തിൽ ഈ പറഞ്ഞ വിദ്യാർത്ഥി സംഘടനകളെയും അല്ലെങ്കിൽ അത് KSUവിനകത്തൂടെയും SFIക്കകത്തൂടെയും AVPക്കകത്തൂടെയും നമ്മളുടെ ഈ മയക്കുമരുന്നിന്റെയും മറ്റ് പല സാമൂഹ്യ വിരുദ്ധ പ്രസ്ഥാനങ്ങളിലും സ്കൂളിലും കോളേജിലും കടന്നു കയറുന്നതിന് നല്ലതുപോലെയുള്ള നേതാക്കന്മാരും നല്ല വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും ഒക്കെ ഉതകുമെന്ന് വിചാരിക്കുന്നിടത്താണ് ഇത്തരത്തിൽ എന്ത് മുദ്രാവാക്യമാകണം, എന്തിന്റെ പിറകെ പോകണം എന്നറിയാത്ത വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളും നേതാക്കന്മാരും അല്ലെങ്കിൽ ഇതിന്റെയൊക്കെ പിന്തുണച്ചക്കാരുമായിട്ടൊക്കെ ഇപ്പം ഇവരുടെ മുദ്രാവാക്യം അത് KSUവിന്റെ ആയാലും SFIയുടെ ആയാലും ASFന്റെ ആയാലും എന്തായാലും RSSകാരനാണെന്ന് അവർ വിചാരിക്കുന്നവർ പറഞ്ഞാൽ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. അല്ലെങ്കിൽ BJPക്കാരൻ പറയുന്നത് ന്യായമാണെങ്കിലും അല്ലെങ്കിൽ അതിനെതിരെ മുദ്രാവാക്യം വിളിക്കുകയാണ്. ഇത്തരത്തിൽ അല്ല വളർന്നു വന്നിട്ടുള്ളത്. അതായത് ഈ പറയുന്ന വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങളുടെ നേതാക്കന്മാരും ആ പ്രസ്ഥാനങ്ങളും വിചാരിക്കുന്നത് ഞങ്ങൾ ഈ പാർട്ടിയുടെ ഭാഗമാകണമെങ്കിൽ ഈ പറയുന്നത് പോലെ ആ പാർട്ടിക്കെതിരെ ഐഡിയോളജി ഉള്ളവന്മാരെ ഓടിച്ചിട്ടടിക്കുകയും ചീത്ത പറയുകയും ബാനർ എഴുതുകയും പോസ്റ്റർ എഴുതുകയും പ്രസ്താവന നടത്തുകയും ഒക്കെ ചെയ്താൽ മാത്രമേ ആപത്തുള്ളൂ എന്നുള്ള ധാരണയോടുകൂടി, അതായത് കൃത്യമായിട്ട് CPMന്റെ ഗുണ്ടകളായിട്ട് SFIക്കാരൻ മാറുന്നു. അതേ അവസ്ഥയിലേക്ക് പോകുന്നതാണ് സംഘടനാ പ്രവർത്തനം എന്ന് വിചാരിക്കുന്ന, അല്ലെങ്കിൽ RSSനെ എതിർക്കുന്നതാണ് സംഘടനാ പ്രവർത്തനം എന്ന് വിചാരിക്കുന്ന ഒരു KSU ആണ് ഇത്തരത്തിലുള്ള ഒരു നീക്കത്തിൽ കൂടി നമ്മൾക്ക് കാണുവാൻ സാധിക്കുന്നത്. ഏതായാലും ഈ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ, ഈ സംഘടനകൾ, ഇല്ലെങ്കിൽ ഇവർ ഈ സംസ്കാരത്തെയും ഇതിനെയും ഒക്കെ ഈ രീതിയിൽ പ്രവർത്തിക്കുമ്പോൾ ഇവർ ഈ രാജ്യത്ത് അല്ലെങ്കിൽ കേരളത്തിൽ ഇത്തരത്തിൽ വിദ്യാർത്ഥി പ്രസ്ഥാനങ്ങൾ ആവശ്യമില്ല എന്ന് ഓരോ മാതാവും പിതാവും ജാതി മത ഭേദമന്യേ തീരുമാനിക്കുന്ന ഒരവസ്ഥയിലേക്ക് വരും. അത് തന്നെയാണ് കഴിഞ്ഞ ദിവസം ഒരു ടോക്കിനകത്ത് നമ്മൾ പറഞ്ഞത്. ഇതൊരു അജണ്ടയുടെ ഭാഗമാണ്. ആർലേക്കർ ഈ പറയുന്നത് പോലെ കേരളത്തിലെ CPMനെയും അല്ലെങ്കിൽ കോൺഗ്രസിനെയും ഒക്കെ ഇതൊക്കെ ഈ രാജ്യത്തിന് ഉതകുന്ന ആൾക്കാരല്ല. ഇവരുടെ രീതികൾ, ഇവരുടെ സംസ്കാരം ഒക്കെ ഈ രാജ്യവിരുദ്ധ ശക്തികളുടെ സംസ്കാരവും മുദ്രാവാക്യവും ഒക്കെയാണ് എന്ന് അവരെ കൊണ്ട് തന്നെ പറയിക്കുന്നതിന് വേണ്ടിയുള്ള ഒരു തന്ത്രമായിട്ട് വേണം ഇതിനെ കാണാൻ. അത് ഏറ്റുപിടിച്ച് ഒരു കൃഷിമന്ത്രി നൂറ്റാണ്ടുകൾക്ക് മുമ്പ് ഭാരത് മാതാവിനെയും വടം വരച്ചതും ഭാരത് മാതാ കി ജയ് എന്ന് വിളിച്ചതും ഒരു മുസ്ലിം ആണെങ്കിൽ അത്തരത്തിൽ അവർ മുസ്ലിമും ക്രിസ്ത്യാനിയും ഇന്ത്യക്കകത്തുള്ളവരെല്ലാം ഭാരത് മാതാവിനെ ഉൾക്കൊള്ളുമ്പോൾ, അത് വിളിക്കാൻ തയ്യാറാവുമ്പോൾ അതിനെ എതിർക്കുന്ന മതമൗലികളുടെ ഭാഗമായിട്ട് നിൽക്കുന്ന നേതാക്കന്മാർ കോൺഗ്രസിനകത്തും മാർക്സിസ്റ്റ് പാർട്ടിക്കകത്തും അല്ലെങ്കിൽ വിദ്യാർത്ഥി സംഘടനകൾക്കകത്തുള്ള KSUവിനകത്തും AISFനകത്തും അല്ലെങ്കിൽ SFIക്കകത്തും ഒക്കെ ഉണ്ട്. അവർ ഈ നാടിനാപത്താണ്, അല്ലെങ്കിൽ അവർ ഈ നാടിന്റെ രാജ്യവിരുദ്ധ ശക്തികളുടെ കൂടെയാണ്, ഇന്ത്യ വിരുദ്ധ ശക്തികളുടെ കൂടെയാണ്, അവരെ നമ്മൾ ഒഴിവാക്കേണ്ടതുണ്ട് എന്നുള്ള രീതിയിലേക്കുള്ള ഒരു മുദ്രാവാക്യം പ്രചരിപ്പിക്കുന്നതിന് ഒരുപക്ഷെ ആർലേക്കർക്ക് സാധിക്കുന്നു. അത് തന്നെ അതറിയാതെ അത് ഏറ്റെടുത്തുകൊണ്ട് പോകുന്ന KSU, SFIയും AISF ഒക്കെ തന്നെയാണുള്ളത്. എന്ത് തന്നെ പറഞ്ഞാലും ഏത് രീതിയിൽ നമ്മളെ നാളെ കാലത്തെ ഇനി ഇവൻ പറയുന്നത് ആർലേക്കറിന്റെ ഭാഗമാണെന്നും അല്ലെങ്കിൽ RSSന്റെ ഭാഗമാണെന്നും ഒക്കെ വിചാരിച്ചാലും കുഴപ്പമില്ല. ഭാരത് മാതാവിനെ എതിർക്കുന്ന ഒരു രാഷ്ട്രീയവും ഈ പറയുന്നത് പോലെ
വിദ്യാർത്ഥികൾ അധ്യാപകരെ ഗുരുക്കന്മാരെ ഈ പറയുന്ന കാല് കഴിയും കാൽ തൊട്ട് വന്നിക്കുന്നതും ശരിയല്ലെന്ന് പറയുന്ന ഒരു രാഷ്ട്രീയവും അംഗീകരിക്കുന്ന ഒരു വ്യക്തികളും അത്തരത്തിലുള്ള ആൾക്കാരും ഒക്കെ ഉള്ള ഒരു കേരളമാണെന്ന് ആരെങ്കിലും ധരിച്ചിട്ടുണ്ടെങ്കിൽ അത് ശരിയല്ല. അത്തരത്തിലുള്ള പ്രസ്താവനകളെയും അത്തരത്തിലുള്ള രീതികളെയും അംഗീകരിച്ചു പോകുന്ന ഒരു മാനസികാവസ്ഥ ഇല്ല. അത് വ്യക്തിപരമായിട്ട് പറയാൻ നമ്മൾക്കും ഇല്ല എന്ന് വേണം പറയേണ്ടി വരും. അപ്പം ഇത് ഒരു കൃത്യമായിട്ട് നേരത്തെ ബീഫ് സമരം വന്നപ്പോൾ റിജിൽ മാങ്കുട്ടി എന്ന് പറഞ്ഞ ഒരു വലിയ നേതാവ് ഒരു പശുവിനെ കൊണ്ടുവന്ന് റോഡിൽ വെച്ച് കഴുത്തറത്തിട്ട് ഇമേജ് ഉണ്ടാക്കാൻ ശ്രമിച്ചു. ഇപ്പോഴും റിജിൽ മാങ്കുറ്റി ബീഫ് കഴിക്കുന്നവന്റെ ഇടയിലും ഈ ഹിന്ദുക്കളുടെ ഇടയിലും അവനൊരു ക്രൂരനായിട്ട് ചിത്രീകരിക്കപ്പെടുന്നു. ഈ റിജിൽ മാങ്കുറ്റി അന്ന് ചെയ്ത പ്രവൃത്തി കൊണ്ട് ആ പടം എടുത്തു വെച്ച് വടക്കേ ഇന്ത്യയിൽ മൊത്തവും ഇവിടുത്തെ RSSകാരനും BJPക്കാരനും വോട്ട് പിടിച്ചു. അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ആൾക്കാരാണ് കേരളത്തിലുള്ളത്, അല്ലെങ്കിൽ കേരളത്തിൽ മൊത്തവും ടെററിസ്റ്റ് ഗ്രൂപ്പുകളുടെ ആൾക്കാർ ആണ് എന്നൊക്കെ പറഞ്ഞൊരു പ്രചരണം നടത്തി. ഈ ഒരു പക്ഷെ അതൊരു പ്രചരണം അങ്ങനെ ആയിരുന്നെങ്കിൽ പക്ഷെ ഇത് അങ്ങനെയല്ല. ഈ ഒരു നീക്കം അത് KSUവിന്റെയും ASFന്റെയും SFIയുടെ ഒക്കെ ഭാഗത്തു നിന്ന് ഉണ്ടാവുന്നത് വളരെ ദയനീയമാണ്. അത് അവർ ഉദ്ദേശിക്കുന്ന ഫലം അവർക്ക് ഉണ്ടാക്കത്തില്ല, അവർക്ക് എതിർപ്പുണ്ടാക്കത്തേ ഉള്ളൂ. ഇപ്പം ആർലേക്കർക്കെതിരെ SFIക്കാരൻ റോഡിൽ ഇറങ്ങി സമരം നടത്തുന്നതിന് ആർലേക്കർ ചെയ്യുന്ന പരിപാടി അയാളുടെ വഴിക്ക് പോകുന്നു, അയാളുടെ തീരുമാനമെടുക്കുന്നു, അത് നടപ്പാക്കിക്കൊണ്ട് മുന്നോട്ട് പോകുന്നു. ആർലേക്കറെ വഴിയെ തടയുമ്പോൾ പണ്ടൊരു ഗവർണർ ഇവിടുന്ന് മാറിപ്പോയി, ഇപ്പൊ എനിക്ക് പശ്ചിമ ബംഗാളിലാണോ എവിടാണെന്ന് അറിയില്ല, മാറിപ്പോയൊരു ഗവർണർ റോഡിൽ ഇറങ്ങി എന്നിട്ട് വാടാ എന്ന് പറഞ്ഞപ്പോൾ അതുവരെ ഇപ്പൊ കാണിക്കുമെന്ന് പറഞ്ഞ SFIക്കാരൻ മടിച്ചു എന്നൊക്കെ നമ്മൾ കണ്ടതാണ്. അതുകൊണ്ട് ഇവിടുത്തെ SFIയുടെ സംസ്ഥാന പ്രസിഡന്റിനും സെക്രട്ടറിക്കും ഒക്കെ നാളെ കാലത്ത് ചിലപ്പോൾ MP MLA ഒക്കെ ആവാൻ പറ്റും. അവര് പറഞ്ഞതിന്റെ കൂടെ നിന്ന് മുദ്രാവാക്യം വിളിക്കുകയും ആർലേക്കറെ വെല്ലുവിളിക്കുകയും കാറിന്റെ മുമ്പിൽ ചാടുകയും കേസും ഒക്കെ ഉണ്ടാക്കിയാൽ നാളെ കാലത്തെ എന്റെ പൊന്നു കുഞ്ഞുങ്ങളെ ഇതിന് വിട്ടിരിക്കുന്ന അച്ഛനും അമ്മയ്ക്കും നാളെ കാലത്തെ നിങ്ങളുടെ ഒരു ഭാവിയോ അല്ലെങ്കിൽ മറ്റു കാര്യങ്ങളോ ഒരു ജോലിയോ ഒന്നും കാണാൻ പറ്റത്തില്ല. ഈ പറയുന്ന ആർലേക്കർ അയാളുടെ ജോലി നോക്കി മുന്നോട്ട് പോകും. നിങ്ങളുടെ ഭാവി രാജ്യവിരുദ്ധമായിട്ടുള്ള പ്രവർത്തനത്തിനും അല്ലെങ്കിൽ അത്തരത്തിൽ ഗവർണറെ തടയുന്നതിനും ഒക്കെ പ്രത്യേക വകുപ്പുകൾ ഉപയോഗിച്ചുള്ള കേസുകളായിരിക്കും എടുക്കുന്നത്. അതിനകത്തുനിന്ന് ഊരിപ്പോരാൻ പറ്റുന്ന ഒരു അവസ്ഥയില്ല. ഇപ്പം പുതിയ നിയമം അനുസരിച്ച് ഒരു പ്രൈവറ്റ് ഫേമിൽ ജോലി വേണമെങ്കിൽ പോലും വേരിഫിക്കേഷൻ സർട്ടിഫിക്കറ്റ് വേണം. അതുകൊണ്ട് ആലോചിച്ച് എടുത്തു ചാടുക. ആർലേക്കർ ആലോചിച്ച് തന്നെയാണ് ചാടിയിരിക്കുന്നത്. അത് നിങ്ങൾക്ക് മനസ്സിലാവാത്തതുകൊണ്ടാണ്. അദ്ദേഹത്തിന് കൃത്യമായ അജണ്ടയുണ്ട്. ആ അജണ്ടയാണ് നിങ്ങളെ കൊണ്ട് ഏറ്റെടുപ്പിച്ചിരുന്നത്. അദ്ദേഹം എഴുതിയ പ്ലക്കാർഡാണ് നിങ്ങളുടെ കയ്യിലിരിക്കുന്നത്. അത് പക്ഷെ നിങ്ങൾ അറിയുന്നില്ലെന്നേ ഉള്ളൂ. അതുകൊണ്ട് ഓടുന്ന അല്ലെങ്കിൽ കരഞ്ഞു കൂവി ഓടുന്ന ഒരു SFIയെയും അല്ലെങ്കിൽ ഇല്ലാതാവുന്ന ഒരു KSUവിനെയൊക്കെ നാളെ കാണാൻ പറ്റുന്ന അല്ലെങ്കിൽ അതിന്റെ ദൂരം അതിവിദൂരമല്ല എന്ന് മാത്രമേ നമുക്ക് പറയാം. എന്തായാലും വിദ്യാർത്ഥികൾ നടത്തിയ പാദപൂജ ഇന്ത്യൻ സംസ്കാരത്തിന്റെ ഭാഗമാണ്. അതിന് വിവാദങ്ങളിലേക്ക് വലിച്ചിഴക്കേണ്ട കാര്യമില്ലെന്ന ഗവർണർ രാജേന്ദ്ര ആർലേക്കർ ഉറക്കെ പ്രഖ്യാപിക്കുമ്പോൾ വീണ്ടും മറ്റൊരു വലിയ വിവാദത്തിന് കേരളത്തിൽ തിരികൊളുത്തിയിരിക്കുന്നു എന്ന് വേണം മനസ്സിലാക്കാൻ. പ്രശാന്ത് സാർ സൂചിപ്പിച്ചതുപോലെ എന്താണ് ഗവർണറുടെ അജണ്ട എന്ന് മനസ്സിലാക്കാതെ അതിൽ കൃത്യമായി കേറിക്കൊളുത്തി KSUവും SFIയും നാളെ ഇതിന്റെ പേരിലും നിരത്തുകളിലേക്ക് ഇറങ്ങാൻ സാധ്യതയുണ്ട്. വ്യക്തമാണ്. താങ്ക് യു പ്രശാന്ത് സാർ.